നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. നിലം പൊത്താറായ വീട്ടിൽ കഴിഞ്ഞു വന്ന അമ്മയ്ക്കും മകനും സ്നേഹഭവനം ഒരുങ്ങുന്നു. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ കൊട്ടിയം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് നിലം പൊത്താറായ വീട്ടിൽ കഴിഞ്ഞു വന്ന റിജിയും 11 വയസ്സുള്ള മകനും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാം. വീഴാറായ ചുവരുകൾ, ഏത് നിമിഷവും നിലം പൊത്താവുന്ന മേൽക്കൂര, അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ, മഴ പെയ്താൽ വെള്ളം മുറിക്കുള്ളിൽ വീഴും. കിടപ്പുമുറിയുടെ കൂരയിൽ പ്ലാസ്റ്റിക് കവർ വലിച്ചു കെട്ടിയാണ് ഇവർ താമസിക്കുന്നത്. റിജിയുടെ അമ്മയ്ക്ക് കൊട്ടിയത്തെ ഒരു കോൺവെൻറ്റിലായിരുന്നു ജോലി. കോൺവെൻറ്റ് അധികൃതർ നൽകിയതാണ് വീടും വസ്തുവും. അമ്മയുടെയും അച്ഛൻ്റെയും മരണശേഷം 4 മക്കളിൽ ഒരാളായ റിജിയും മകനും മാത്രമാണ് ഇവിടെ ഇപ്പോൾ താമസം. വസ്തു സ്വന്തം പേരിലല്ലാത്തതിനാൽ വീട് പുതുക്കി നിർമ്മിക്കാൻ പഞ്ചായത്തിൽ നിന്നും സഹായം ലഭിച്ചില്ല. സഹായിക്കാൻ ആരുമില്ലാതെ വന്നതോടെ പഞ്ചായത്ത് അംഗങ്ങൾ ഇടപെട്ട് കുട്ടിയെ CWCയിലേക്കും അമ്മയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തിയെങ്കിലും ഇവർ പോകാൻ തയ്യാറായില്ല. റിജിയുടെയും മകൻ്റെയും നിലവിലെ സാഹചര്യം സോഷ്യൽ മീഡിയയിലൂടെയും നിലം പൊത്താറായി തുണഭാഗ്യം എന്ന മലയാള മനോരമ വാർത്തയിലൂടെയും ശ്രദ്ധയിൽപ്പെട്ട ഡോൺ ബോസ്കോ കോളേജ് അധികൃതർ കൊട്ടിയത്തെ പ്രശസ്ത ബിൽഡറായ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് ചെയർമാൻ സജീവ് പുല്ലാങ്കുഴിയുമായി സഹകരിച്ച് വാസയോഗ്യമായ വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചു. വസ്തു സ്വന്തം പേരിൽ ഇല്ലാത്തതിനാൽ സർക്കാർ വക വീട് ലഭിക്കാനുള്ള സാധ്യത അടഞ്ഞതുകൊണ്ടാണ് ഈ കുടുംബത്തെ സഹായിക്കാൻ കോളേജ് മുമ്പോട്ട് വന്നത്. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും 19-ാം വാർഡ് മെമ്പറുമായ ശിവകുമാർ, കൊട്ടിയം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ G. സുനിൽ, സബ് ഇൻസ്പെക്ടർ നിതിൻ നളൻ, ഡോൺ ബോസ്കോ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ ബോബി ജോൺ, പ്രിൻസിപ്പൽ ഡോക്ടർ Y. ജോയ്, പുല്ലാങ്കുഴി ബിൽഡേഴ്സ് ചെയർമാൻ പുല്ലാങ്കുഴി സജീവ്, മാനേജിംഗ് ഡയറക്ടർ അനന്തു സജീവ്, സാമൂഹ്യ പ്രവർത്തകൻ ഷിബു റാവുത്തർ, സജികുമാർ, കോളേജ് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ഷാലി, ജീവകാരുണ്യ പദ്ധതിയുടെ കോർഡിനേറ്റർ അജയ് ചാക്കോ എന്നിവർ വീട് സന്ദർശിച്ച് തീരുമാനമെടുത്തതിനെ തുടർന്ന് വീടിൻ്റെ പണി ആരംഭിച്ചു. 1 മാസത്തിനകം സ്നേഹഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നൽകാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം.